യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു. അവിടെ ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ട് പറയുന്നതായ അനേക കാര്യങ്ങൾ, അബ്രഹാമും ദൈവവും തമ്മിലുള്ള സംഭാഷണം, ആ സംഭാഷണങ്ങളിലൂടെ നമുക്ക് വിലയേറിയതായ ആത്മീക പാഠങ്ങൾ പഠിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കേവലം അബ്രഹാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, ദൈവം നമ്മളോട് എങ്ങനെയാണ് ഇടപെടുന്നത്, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതായ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസ്തത കാണിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ അതേ വളരെ കൃത്യതയോടുകൂടെ ജീവിപ്പാൻ കഴിയുന്നത്, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അബ്രഹാമിൻ്റെ ജീവചരിത്രം പറയുക അല്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതല്ല ഞാൻ ഈ ഒരു വേദചിന്തയിലൂടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ വേദഭാഗങ്ങളിലൂടെ ദൈവം നമ്മളോട് പറയുന്നതായ അല്ലെങ്കിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതായ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ജീവിത രീതി, എങ്ങനെയുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്, ദൈവത്തോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, എല്ലാം തന്നെ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ആ ബന്ധത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമ്മൾ 18-ാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അനന്തരം യഹോവ അവന് മെമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. നോക്കൂ, ഈ ഒരു വേദഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയമായ സത്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിനു മുമ്പും ഏതാണ്ട് 2 പ്രാവശ്യത്തോളം ദൈവത്തിൻ്റെ പ്രത്യക്ഷത അബ്രഹാമിനുണ്ടായി. ഈ പ്രത്യക്ഷതയിലൊക്കെ അത് എങ്ങനെയാണ് ആ പ്രത്യക്ഷതയുടെ പ്രകൃതി എന്ന് നമുക്ക് നന്നായി അറിയില്ല എങ്കിലും മനുഷ്യന്റെ സാദൃശ്യത്തിലുള്ള ഒരു പ്രത്യക്ഷതയാണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് കരുതുവാൻ കഴിയും. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി ആ പ്രത്യക്ഷത എങ്ങനെയായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ ചില വളരെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്രീയ വിഷയങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, അനന്തരം യഹോവ അവന് മെമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. ഈ മെമ്രയുടെ തോപ്പ് എന്ന് പറയുമ്പോൾ അബ്രഹാം മിസ്രയീം വിട്ട് അതേ ആ വാഗ്ദത്ത ദേശം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാം താമസിച്ചതായ അതേ അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിതതായ സ്ഥലമായിരുന്നു ഈ മെമ്ര എന്ന് പറയുന്നത്. അടുത്ത അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വീണ്ടും ഈ മെമ്രയെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മെമ്രയിൽ അബ്രഹാം ഒരു നിലം വാങ്ങുകയും ഒരു ഗുഹ വാങ്ങുകയും ചെയ്തു. അതിൽ ഒരു ഗുഹയിലായിരുന്നു അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയുടെ മൃതദേഹം സംസ്കരിച്ചത്. പിന്നീട് അബ്രഹാമും അവിടെ സംസ്കരിക്കപ്പെട്ടു എന്നും അതേപോലെ തന്നെ അബ്രഹാമിന് ഉണ്ടായതായ ആ ഇസഹാക്കിനെ അവൻ്റെ നല്ല വാർദ്ധക്യത്തിൽ അവിടെ അടക്കിയെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നതായ അബ്രഹാമിന് ഈ മെമ്ര വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ തക്കതായ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഈ മെമ്ര എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില സ്ഥലങ്ങൾ ഉണ്ടാകും. അതേ സ്ഥലങ്ങൾക്ക് വലിയ പ്രാധാന്യം വിശുദ്ധ വേദോസത്തിൽ പറയുന്നില്ലെങ്കിലും നമുക്ക് പലപ്പോഴും ദൈവത്താലുള്ള ആ അനുഗ്രഹം പ്രാപിക്കാനോ അല്ലെങ്കിൽ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരാവുന്ന ചില സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. തീർച്ചയായിട്ടും ഇവിടെ അബ്രഹാം അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലേക്കാണ് കടന്നു വന്നത്. ഞാൻ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും സ്ഥലത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി തീരരുത്. സ്ഥലത്തിനല്ല പ്രാധാന്യം, മറിച്ച് ആ സ്ഥലത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എപ്രകാരം ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്ഥലം എത്ര നന്നായാലും ആളുകൾ ദൈവികത പ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വഴിയെ ജീവിക്കുന്നില്ലെങ്കിൽ, ദൈവവചനപ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. പലരും പറയാറുണ്ട്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ കുറേ നാളൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല. പക്ഷേ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്
അതെ, നിങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുകയും ദൈവമുഖം അന്വേഷിക്കുകയും അതേ ദൈവത്താലുള്ള അനുഗ്രഹമൊക്കെ പ്രാപിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ സ്ഥലം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് പിന്നീട് ഒരു ഓർമ്മയെന്നവണ്ണം നമുക്കത് അനുഗ്രഹമായി തീരും. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മെമ്മറിയിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ചെയ്ത കാര്യം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അബ്രഹാം മെമ്മറിയിൽ വന്നപ്പോൾ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അതായത് നമ്മൾ എവിടെ പോയാലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്നത് ദൈവനാമത്തിൽ നമ്മൾ അവിടെ എന്തു ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ അവിടെ ദൈവത്തെ ആരാധിച്ചുവോ, നമ്മൾ അവിടെ ആത്മീയമായി ദൈവസന്നിധിയിൽ ആയിരുന്ന് പ്രാർത്ഥിക്കുകയും അനേകരോട് ദൈവവചനം സംസാരിക്കുകയും ചെയ്ത അനുഭവം ഉണ്ടെങ്കിൽ ആ സ്ഥലം നമുക്ക് വളരെയധികം ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിരിക്കും. അങ്ങനെ ആ സ്ഥലത്ത് മെമ്മറിയിൽ അവനിരിക്കുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നുണ്ട്, വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. വെയിലുറച്ചപ്പോൾ എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ, നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ ശേഷം അബ്രഹാം അങ്ങനെ കൂടാരവാതിൽക്കൽ ഇരിക്കുമ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് അവൻ കണ്ടു. എന്നാൽ നമ്മൾ ഈ അധ്യായം വായിക്കുന്ന ആ തുടക്കത്തിൽ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, അനന്തരം യഹോവ അവനെ മെമ്മറയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. അപ്പോൾ ഈ 3 പുരുഷന്മാരെ കണ്ടപ്പോഴും ദൈവത്തിന്റെ വചനം എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള ഒരു പ്രധാനപ്പെട്ട റെവലേഷൻ അവിടെ നമുക്ക് പറഞ്ഞു തരിക. ആ വെളിപ്പാട് എന്ന് പറയുന്നത് അത് യഹോവ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഇനി നോക്കാൻ പോകുന്നത് ഈ 3 പുരുഷന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണല്ലോ, അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു, യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ, അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പീൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിഷപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്നവർ പറഞ്ഞു. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3 പുരുഷന്മാർ തന്നെയാണ്. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ 3 പേരും സംസാരിക്കുന്നതായിട്ടല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു വ്യക്തി അവിടെ പ്രധാനമായിട്ടും സംസാരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അബ്രഹാം കുനിഞ്ഞ് ആ വ്യക്തിയുടെ കാൽക്കൽ വീണു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് സൊദോമിലോട്ട് പോയ ഈ ദൂതന്മാരിൽ നമുക്ക് 2 പേരെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, ഒരാളെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം ഈ കടന്നു വന്നവരിൽ ഒരാൾ ദൈവപുത്രനായ യേശുക്രിസ്തു ആയിരുന്നു എന്നുള്ളതാണ്. അതായത് കർത്താവ് യേശുക്രിസ്തു ബേത്ലഹേമിൽ അവൻ മറിയയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നതിന് മുമ്പ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു ഇൻകാർണേഷനായിട്ട് നമുക്ക് ഇപ്രകാരമുള്ള പ്രത്യക്ഷതകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളൊക്കെ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ബാബിലോണിയ രാജാവ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഈ 3 ബാലന്മാരെ പിടിച്ച് തീയിലിട്ട് കളഞ്ഞപ്പോൾ ആ തീയിൽ ആ രാജാവ് കണ്ടതായ ആ തീയിൽ കണ്ടതായ വ്യക്തി ഒരു ദൈവപുരുഷനെ പോലെ ഇരിക്കുന്നെന്ന് അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയില്ലേ? അതേപോലെ തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പല ഭാഗത്തും ഇതിനു മുമ്പ് ഏതാണ്ട് 2 പ്രാവശ്യം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് യഹോവയുടെ പ്രത്യക്ഷത എന്നുള്ള നിലയിൽ തന്നെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലുള്ള തൻ്റെ പ്രധാനപ്പെട്ട ഇൻകാർണേഷന് മുമ്പായിട്ട് അനേക ദൈവമക്കൾക്ക് അവൻ പ്രത്യക്ഷനായിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ പദ്ധതി അബ്രഹാമിലൂടെ നിറവേറുവാനുള്ള ഒരു സമയമാണ്. നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്നതായ സംഭവങ്ങൾക്ക് ശേഷം ഏതാണ്ട് 3 മാസം കഴിഞ്ഞാണ് ഈ ഒരു സംഭവം നടക്കുന്നതാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സമയം വരെയും സാറ ഗർഭിണിയായിട്ടില്ല. പക്ഷേ ഈ ദൂതന്മാർ വരുന്ന സമയം വെറും ഒരു സമയമല്ല, മറിച്ച് അബ്രഹാമിന്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അബ്രഹാമിന്റെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ഈ ദൂതന്മാർ കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അബ്രഹാം എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അവരെ സൽക്കരിക്കുന്നത്. നോക്കൂ, ഇവർ അപരിചിതരാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അറിയാതെ അപരിചിതരായ ആളുകളെ ദൂതന്മാരെ സൽക്കരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന്റെ സ്വഭാവം എന്തായിരുന്നു? അബ്രഹാം മറ്റുള്ളവരെ മാനിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു. അബ്രഹാം ഹോസ്പിറ്റാലിറ്റി,
ആതിഥ്യ മര്യാദകൾ പാലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രധാനപ്പെട്ട നേച്ചർ അബ്രഹാമിൽ ഉള്ളപ്പോൾ അബ്രഹാമിന് ഈ കടന്നു വന്ന ആളുകളെ ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ആത്മീയമായി വിവേചിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കഴിവ് ഈ അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ അവരെ മാനിച്ചത്. അവൻ അവരുടെ കാൽ കീഴെ കവിണ് വീണത്. അബ്രഹാമിനെ ശ്രമിച്ചുള്ള നമുക്കറിയാം, അതേ എത്രത്തോളം ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് അബ്രഹാം ആ സമയം. പക്ഷേ അപരിചിതരുടെ അടുക്കൽ പോലും അതേ ദൈവിക ദർശനം പ്രാപിച്ച് അവരുടെ മുമ്പാകെ സാഷ്ടാംഗം വീണ് അവരെ സൽക്കരിക്കുകയും അതേ അവരോട് പെരുമാറുകയും ചെയ്യുന്നതായ ആ അബ്രഹാം വാസ്തവത്തിൽ അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് പ്രസാദിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവരുടെ ഇടപെടലുകൾ അത് ദൈവത്തിന് പ്രസാദകരമായി മാറണം. അറിയാതെ അതേ അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മൾ ദൈവത്തെ മാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ അടുത്ത ദിവസം കൂടുതൽ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഈ അധ്യായത്തിലൂടെ പഠിക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നവരായ ആളുകളെ ഒരുപക്ഷെ അവർ അപരിചിതരായിരിക്കാം, അവരെ സ്നേഹിക്കുകയും അവരെ മാനിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം ഒരു ആത്മീയമായ വെളിപ്പാടിൽ, ഒരു ആത്മീയമായ ദർശനത്തിൽ അതേ ആളുകളെ വിവേചിക്കുന്ന ആ ആത്മാവിൻ്റെ ആ ഫലങ്ങളാൽ നിറഞ്ഞ് നമ്മളായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനും അതേ മറ്റുള്ളവരെ കരുതുവാനും അവരോട് ആതിഥ്യ മര്യാദ ഉള്ളവരായിരിക്കാനും നമുക്ക് സാധിക്കും. ഇത് അത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും മാത്രമേ കൊണ്ടുവരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അതേ അബ്രഹാമിനെ പോലെ തന്നെ നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. അബ്രഹാമിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ ഞങ്ങൾ ദൈവബോധമുള്ളവരായി, ദൈവഭക്തിയുള്ളവരായി മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും ആ ദൈവിക സ്വഭാവം ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീയമായി കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.